ഷാരിസ് മുഹമ്മദിൻ്റെ എഴുത്തിൽ ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. അല്പ ഹ്യൂമറും അതിലേറെ സമകാലിക രാഷ്ട്രീയവും കൂടി കലർന്ന ഒരു മുഴുനീള എൻ്റർടൈനറാണ് ഈ സിനിമ. പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാതെ തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് കുട്ടികളുമായി ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ, ഗോപിയും മൽഘോഷും. നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനുമാണ് ഈ കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. ഇവരുടെ ആസൂത്രണത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് ഗോപിക്ക് നാട് വിടേണ്ടി വരുന്നു. അയാളുടെ പലായനവും പിന്നീടുണ്ടാകുന്ന തിരിച്ചറിവുമാണ് ചിത്രത്തിൻ്റെ ബേസിക് പ്ലോട്ട്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നവരെ ചിരിയുടെ മേമ്പടിയോടെ വിമർശിക്കാൻ നിവിൻ്റെ ഹ്യൂമർ സൈഡിനെ ചിത്രത്തിൽ ഭംഗിയായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. മെച്ചപ്പെട്ട ഒരു തിരക്കഥയുടെ അഭാവം ഈ സിനിമയുടെ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുമായി ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കുന്നതിൽ സിനിമ പരാജയപ്പെടുന്നു. ഒരേ സമയം നിരവധി പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ് സിനിമയുടെ മറ്റൊരു പോരായ്മ. അതുകൊണ്ട് ഒരു കഥാപാത്രത്തിനും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷവും മതത്തിൻ്റെ വിഭജന സ്വഭാവവും എല്ലാം ഈ സിനിമയിൽ വളരെ ഭംഗിയായി പരാമർശിക്കുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നിവിൻ പോളി എന്ന നടനാണ്. കാര്യമായി ഒന്നും ചെയ്യാനില്ലെങ്കിലും ശ്രദ്ധേയമായ അവതരണം കൊണ്ട് നിവിൻ പോളി ഏറെക്കുറെ ഒറ്റയ്ക്ക് സിനിമയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ അഭിനയം ഓവർ ആക്ടിംഗ് ആയി തോന്നുന്നുണ്ട്. രണ്ടാം പകുതിയിൽ പാകിസ്ഥാനിയായി നിറഞ്ഞു നിൽക്കുന്ന ദീപക് ജേത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. മതിയായ സ്ക്രീൻ സ്പേസ് ലഭിക്കാത്തതുകൊണ്ട് തന്നെ അനശ്വര രാജൻ്റെ ക്യാരക്ടർ കാര്യമായി ഒന്നും ചെയ്യാനില്ലാതെ വന്നുപോകുന്നു. ടൈപ്പ് കാസ്റ്റ് ആണെങ്കിലും മഞ്ജു പിള്ളയുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ മതത്തെ കൂട്ടിക്കൊടുക്കരുതെന്ന സലീം കുമാറിൻ്റെ സംഭാഷണവും മുത്തപ്പനെ നീ വേറെയല്ല എന്ന മുസ്ലിം യുവതിയോട് മുത്തപ്പൻ തന്നെ പറയുന്ന സംഭാഷണവും വേറിട്ടവയായിരുന്നു. ജേക്സ് ബിജോയിയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ കാഴ്ചാനുഭവത്തെ വളരെ മെച്ചപ്പെടുത്തുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും മാനവികതയുടെ രാഷ്ട്രീയം പറയുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ.